ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കുർത്തയിൽ നെക്ക് ഡിസൈൻ ചെയ്യുന്ന കണ്ടാലോ? നെക്ക് ഡിസൈൻ അല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് ബീഡ്സ് വെച്ച് ചെയ്യാമെന്ന് വെച്ച് ഞാൻ എൻ്റെ കയ്യിലുള്ള ബീഡ്സൊക്കെ തപ്പിപ്പെറുക്കുമായിരുന്നു. ബീഡ്സ് തപ്പിപ്പെറുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ പാക്കറ്റ് പൊട്ടി ആ പാത്രത്തിൽ വീണ് ആകെ കുളമായി. പിന്നെ ആവശ്യമുള്ളതെല്ലാം ഇതുപോലെ പെറുക്കി തിരിച്ചും പാക്കറ്റിലാക്കി. അത് പോട്ടെ, അടുത്ത എൻ്റെ പ്രശ്നം എന്ത് ഡിസൈൻ ചെയ്യുമെന്നായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള ബീഡ്സ് വെച്ച് ആദ്യം നമുക്ക് തണ്ട് വരച്ച് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് പൂക്കളും ഇലകളും ഒക്കെ ആയാലൊരു ഡിസൈൻ ആവുമല്ലോ. അങ്ങനെ ഉള്ള കട്ട് ട്യൂബ് വെച്ച് തണ്ടും ജില്ലകളും ഒക്കെ സെറ്റാക്കി എടുത്തു. ഇനിയിപ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓരോ ഇലകൾ കൊടുക്കണമല്ലോ. ഒന്ന് ഇലകൾക്ക് പറ്റിയ ബീഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എംബ്രോയ്ഡറിയിലേക്ക് കടന്നു. അങ്ങനെ ഇലയൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ നമുക്ക് പൂവാണ് വേണ്ടത്. അങ്ങനെ ഫ്ലവർ ഞാൻ ബീഡ്സ് കൊണ്ടൊരു ഡിസൈൻ നോക്കി, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ എംബ്രോയ്ഡറിയിൽ പല ഡിസൈനുകൾ ചെയ്ത് നോക്കി, അതും എനിക്കിഷ്ടപ്പെട്ടില്ല. അവസാനം ഈ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തു വെച്ചത്. ആദ്യം ഞാനൊരു 3 ഫ്ലവർ മതി എന്നാണ് വിചാരിച്ചത്. ഇപ്പം ചെയ്തു വന്നപ്പം വളരെ സിമ്പിളായിപ്പോയതുപോലെ തോന്നി. അന്നേരം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു 5-6 ഫ്ലവറും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തു വെച്ചു. സത്യം പറഞ്ഞാൽ ബീഡ്സ് വർക്ക് ചെയ്യാമെന്ന ഉദ്ദേശത്തിലാണ് തുടങ്ങിയെങ്കിലും എംബ്രോയ്ഡറിയിലാണ് നിർത്തിയത്. അതല്ലേലും പണ്ടേ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണേ. എന്നാൽ ഇനി ഫൈനൽ ലുക്ക് കണ്ടാലോ? താങ്ക് യു ഫോർ വാച്ചിങ്.